അതെ, ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്കും ഇനി ഗൂഗിൾ പേ ഉപയോഗിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള കുട്ടികള് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവരുണ്ടാവില്ലേ, ദൂരെ പഠിക്കാൻ പോകുന്നവരൊക്കെ, അല്ലെങ്കിൽ വയസ്സായ ആൾക്കാര് ബാങ്ക് അക്കൗണ്ട് ഇല്ല, പക്ഷെ അവർക്ക് ഗൂഗിൾ പേ സെറ്റ് ചെയ്യാൻ പറ്റും. അതും നമ്മളുടെ സമ്മതത്തോടുകൂടി. ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ലേ, പോക്കറ്റ് മണി എന്ന് പറഞ്ഞിട്ട്? അത് അതിനുള്ള ഓപ്ഷനാണ്. അതിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അറിയാത്തവരും ആവശ്യമുള്ളവരും കാണുക. നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഗൂഗിൾ പേയിൽ ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട്. ഇത് ഒരുപാട് യൂസ്ഫുൾ ആണ്. കാരണം നമ്മുടെ വീട്ടിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ല, അവർക്ക് നമ്മുടെ സമ്മതത്തോടുകൂടി തന്നെ ഗൂഗിൾ പേ സെറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ വീട്ടിലുള്ള ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ആർക്കും ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള 2 ഫോണിലൂടെ അത് കാണിക്കാട്ടോ. അതിൽ ബ്ലാക്ക് കളറിൽ കാണുന്ന ഫോണിൽ ആൾറെഡി ജിപേ ഉണ്ട്, പച്ച കളറിൽ കാണുന്ന ഫോണിൽ ജിപേ ഇല്ല. അപ്പോൾ ഏതിലാണോ ഗൂഗിൾ പേ ഉപയോഗിക്കാത്തത് അതില് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഗൂഗിൾ പേ ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അവരുടെ തന്നെ ആ ഫോണിലുള്ള നമ്പർ വെച്ചിട്ട് തന്നെ ഗൂഗിൾ പേ ലോഗിൻ ചെയ്യാം. ഞാനിത് അവിടെ എന്റെ നമ്പർ കൊടുത്ത് ലോഗിൻ ചെയ്യാണ്. എന്നിട്ട് താഴത്ത് ആഡ് ബാങ്ക് അക്കൗണ്ട് എന്നുള്ളത് കാണും, അതിലൊന്നും ചെയ്യണ്ട. അതിന് താഴത്ത് കാണുന്നത് കണ്ടോ, ഐ വിൽ ആഡ് ലേറ്റർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ചിലപ്പോൾ ഇത് ഇങ്ങനെയും കൂടെ വരും, അതില് കണ്ടിന്യൂ എന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഗൂഗിൾ പേ ഉള്ള ഫോൺ ഓൺ ചെയ്യാണ്. അതിൽ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുക. പാസ്വേഡ് ഒക്കെ കൊടുത്തിട്ട് ഓപ്പൺ ചെയ്ത ശേഷം നമ്മളിപ്പോൾ ഗൂഗിൾ പേ ഇൻസ്റ്റാൾ ചെയ്ത ഫോണില് ആ സിമ്പലിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ രണ്ടാമത്തെ റിക്വസ്റ്റ് സമ്മൺ ടു സെറ്റ് യു എന്നുള്ളത് കാണിക്കും, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു QR കോഡ് വരും, അതങ്ങനെ വെക്കുക. എന്നിട്ട് ഗൂഗിൾ പേ ഉള്ള ഫോണിൽ പോയിട്ട് അതിൽ പോക്കറ്റ് മണി എന്ന് കാണുന്ന അവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ആദ്യത്തെ സെറ്റപ്പ് പോക്കറ്റ് മണി ഓൺ UPI സർക്കിൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മളിപ്പോൾ പുതുതായിട്ട് ചെയ്തിട്ടില്ലേ അവരുടെ നമ്പർ അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്പർ അവിടെ വരും, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോഴൊരു സ്കാനർ വരും, ആ സ്കാനറിലൂടെ ഈ QR കോഡ് സ്കാൻ ചെയ്യാം. അപ്പോൾ ആദ്യം കാണുക സെറ്റ് എ മന്ത്ലി ലിമിറ്റ് എന്നുള്ളതാണ്. അതിൽ നമ്മൾ 5000 10,000 വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് ആ ലിമിറ്റ് വരെ, നിങ്ങൾ കൊടുത്തിരിക്കുന്ന ലിമിറ്റ് വരെ അവർക്ക് ഗൂഗിൾ പേ ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ ഞാനിവിടെ രണ്ടാമതാ കൊടുക്കുന്നത് അപ്രൂവ് എവരി പേയ്മെന്റ് എന്നുള്ളത്. അതാവുമ്പോൾ അവർ ഓരോ തവണ ഗൂഗിൾ പേ ചെയ്യുമ്പോഴും നമ്മളുടെ ഗൂഗിൾ പേയിൽ നിന്ന് ഓരോ തവണയും അനുവാദത്തോടു കൂടിയിട്ടാണ് പോവുക. അതാണ് ഞാനിവിടെ സെറ്റ് ചെയ്യുന്നത്. എന്നിട്ട് കണ്ടിന്യൂ എന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് യെസ് സെൻഡ് ഇൻവൈറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അതിൽ ഡൺ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഗൂഗിൾ പേയിൽ നോക്കിയാല് ആക്സെപ്റ്റ് UPI സർക്കിൾ ഇൻവൈറ്റ് വാലിഡ് എന്ന് പറഞ്ഞിട്ട് കാണും, അതില് ഓപ്പൺ ഇൻവൈറ്റ് എന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് ജോയിൻ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാല് നമ്മളുടെ UPI സർക്കിള് കണക്ട് ആയി എന്നുള്ളതാണ്. എന്നിട്ട് ബാക്കിൽ പോയിട്ട് ഈ പുതിയ ഫോണിലുണ്ടല്ലോ അതിൽ നമ്മൾ സാധാരണ ഗൂഗിൾ പേ ചെയ്യുന്നത് പോലെ ചെയ്യാൻ പറ്റും. ഞാനിവിടെ എന്റെ വേറൊരു നമ്പറിലേക്ക് അയക്കുന്നത് കാണിക്കാം. നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തുള്ള ഗൂഗിൾ പേയില് ഞാനൊരു നമ്പർ ടൈപ്പ് ചെയ്യാണ്. അപ്പോൾ അതിലിങ്ങനെ ആ നമ്പർ വരുമല്ലോ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ എന്നുള്ളത് കൊടുത്തിട്ട് പേ എന്നുള്ളത് കൊടുത്തിട്ട് നമ്മളൊരു 10 രൂപ സെൻഡ് ചെയ്യാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനെ റിക്വസ്റ്റ് എന്നുള്ളതാണ് കാണുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് നമ്മളുടെ ഫോണിലേക്ക് കണ്ടോ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും. എന്നിട്ട് കണ്ടോ നമ്മളാണ് അതിൽ നിന്ന് ആ പൈസക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. നമ്മളുടെ സാധാരണ ഗൂഗിൾ പേ ചെയ്യുന്നത് പോലെ ചെയ്തു കഴിഞ്ഞാല് ഇവരിലൂടെ ആ പേയ്മെന്റ് ആ വ്യക്തിക്ക് പോകും. ഈസി അല്ലേ? ഇത് ഫോൺ പേയിലും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ ഫോൺ പേ അങ്ങനെ ഉപയോഗിക്കുന്നില്ല. എന്നിരുന്നാലും ഇങ്ങനെ UPI സർക്കിൾ എന്നായിരിക്കും അതിലുണ്ടാവുക.